Good morning. Good morning, Miss. Good morning, Miss. Okay, good morning. Good morning, ma'am. Good morning. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ തുടക്കമേ പറയാണ്, ഇന്ന് 12 മണി വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. 12:30 വരെ ക്ലാസ് ഇല്ല, 12 മണി വരെ ക്ലാസ് ഉള്ളൂ. ആദ്യ മിസ് ലീവാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ തന്നെ ആയിരിക്കും ക്ലാസ്സിൽ ഉണ്ടാവുക. 1.5 മണിക്കൂറായിരിക്കും കേട്ടോ ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പൊ 12 മണിക്ക് നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, 1.5 മണിക്കൂറായിരിക്കും കേട്ടോ ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്താണ് ജസ്മിനി? യൂട്യൂബിലാണ്. യൂട്യൂബിലെ റീൽസാ ആരാണോ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാം. അപ്പോ നമുക്ക് ഇന്നത്തെ തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ഇവിടെ വരെ പറഞ്ഞു നിർത്തി. നമ്മള് വോക്കർ വരെ അല്ലെ? വോക്കർ വരെ അല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഇൻക്യുബേറ്റർ ഒക്കെ പറഞ്ഞോ നമ്മള്? ഓക്കെ. ഇൻക്യുബേറ്റർ തൊട്ട് എടുക്കാനുണ്ട് അല്ലെ? ഓക്കെ, ശരി. നമ്മൾ ഓട്ടോക്ലേവ് വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? ശരി, അപ്പൊ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം വില്ലേജേഴ്സ് ഉണ്ടോ ക്ലാസ്സില്? വില്ലേജേഴ്സ് ഞാൻ കണ്ടല്ലോ, ഇവിടെ തന്നെ വീഡിയോ ഓൺ ആക്കിയിട്ട് കണ്ടല്ലോ. വില്ലേജേഴ്സ് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ചോദിച്ചിരുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചിരുന്നത് അല്ലെ? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപകേന്ദ്ര ബലമാണ് കേട്ടോ. നമ്മൾ സെൻട്രിഫ്യൂജിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അതിനകത്ത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തു ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ശരിക്കും പറയുമ്പോൾ നമ്മളൊരു കല്ല്, ഓക്കെ, ഒരു കല്ല് നമ്മൾ കയറിൽ കെട്ടിയിട്ട് നമ്മളിങ്ങനെ കറക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അതിങ്ങനെ കറക്കുന്ന സമയത്ത് പുറത്തേക്ക് അനുഭവപ്പെടുക, ഔട്ട്വേർഡ് പുറത്തോട്ട് അനുഭവപ്പെടുന്ന ഒരു ബലമാണ്. നമ്മളെ കൈ വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? കല്ല് പുറത്തേക്ക് പോകും അല്ലെ? പുറത്തേക്ക് തിരിച്ചു പോവില്ലേ? ആ ഒരു ബലമാണ് അപകേന്ദ്ര ബലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ കൂടുതലും സെൻട്രിഫ്യൂജിങ് മെഷീനകത്ത് ഉപയോഗിക്കുന്ന ഒരു ഫോഴ്സ് ആണ്. പ്രത്യേകിച്ച് അവിടെ ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ഔട്ട്വേർഡ് പുറത്തോട്ട് അനുഭവപ്പെടുന്ന ഒരു ബലമാണ്. നടുക്ക് നിന്ന് സെൻട്രിൽ നിന്ന് പുറത്തോട്ട് അനുഭവപ്പെടുന്ന ഒരു ബലമാണ്. അപ്പൊ പ്രത്യേകിച്ച് ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കുകയാണ്? ഇതിങ്ങനെ തെറിച്ചു പോവാണ്. ഓക്കെ, പുറത്തേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണല്ലോ. ഇതിലുള്ള കമ്പോണൻസുകൾ ഇങ്ങനെ തെറിക്കാനുള്ള ഒരു ടെൻഡൻസി വരികയാണ്. തെറിക്കാന്ന് പറയുമ്പോൾ എന്താണ്? ആ കോമ്പൗണ്ടിനകത്ത് കമ്പോണൻസുകൾ എന്ത് ചെയ്യപ്പെടുകയാണ്? സെപ്പറേറ്റ് ചെയ്യപ്പെടും. അത് ഓരോ ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ട് അത് സെപ്പറേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അതാണ് അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ഒരു ഫോഴ്സ് ആണ് സെൻട്രിഫ്യൂജിങ് മെഷീനായിട്ട് ഉപയോഗിക്കുന്നത്. പുറത്തേക്ക് അനുഭവപ്പെടുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കൾ കേട്ടോ, എല്ലാത്തിലും എല്ലാം ചുറ്റും ഇങ്ങനെ എന്താ പറയാ, ഒരു സർക്കിൾ ഇതില് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ പുറത്തോട്ട് അനുഭവപ്പെടുന്ന ബലമാണ് കേട്ടോ. ഔട്ട്വേർഡ് ഡയറക്ഷൻ അനുഭവപ്പെടുന്ന ബലമാണ് അപകേന്ദ്ര ബലം എന്ന് പറയുന്നത് കേട്ടോ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാനുള്ളത് ഇൻക്യുബേറ്റർ കേട്ടോ. അടുത്തൊരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ഇൻക്യുബേറ്റർ. എന്താണ് ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് an infant incubator is a small equipment commonly used in pediatric hospitals birthing. എന്താണ്? അതന്നെ, ചോദ്യത്തിലേക്ക് എടുത്ത അതേ സാധനം ഹിറ്റ് കൊടുക്കാനായിട്ട് അല്ലെ? കണ്ട, ഇവിടെ ഒരു ഇൻക്യുബേറ്റർ, അതിനകത്ത് ഒരു ഉണ്ണിവാവ കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഇൻഫാന്റ് ഇൻക്യുബേറ്ററിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. An infant incubator is a small equipment commonly used in pediatric hospitals, birthing centers and neonatal intensive care units. അറിയാലോ പറഞ്ഞത്? അതായത് പീഡിയാട്രിക് ശിശുരോഗ ആശുപത്രികളിൽ, അതുപോലെ ബർത്തിങ് സെന്റേഴ്സ് അല്ലെ, കുട്ടികളുടെ ജനന കേന്ദ്രങ്ങൾ, അതുപോലെ നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ, കാരണം ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഒരു സ്മോൾ എക്യുപ്മെന്റ് ആണ് ഇൻഫാന്റ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. അതേ ജോസ്, നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? NICU ആണ് അല്ലെ? ഓക്കെ, അപ്പോ അവിടെ ഉപയോഗിക്കുന്ന ഒരു ചെറിയ സ്മോൾ എക്യുപ്മെന്റ് ആണ് ഇൻഫാന്റ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. Possibly the most apparent function of an infant incubator
ഈസ് ടു സേഫ് ഗാർഡ് ഇൻഫാൻസ് ഡ്യൂറിംഗ് ദ ഏർലിയസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ്. അല്ലെ, ഇതിൽ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഏർലിയസ്റ്റ് സ്റ്റേജിൽ, അല്ലെ, പ്രത്യേകിച്ച് നമുക്ക് ആ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് പ്രിമച്വർ ബേബീസ് ഒക്കെ ആണെങ്കിൽ അത് എന്ത് ചെയ്യും? NICU ഇൻക്യുബേറ്ററിന്റെ ഉള്ളിലായിരിക്കും കുഞ്ഞുങ്ങളെ പ്രവേശിപ്പിക്കുക, അല്ലെ. അപ്പൊ അത്തരത്തില് കുഞ്ഞുങ്ങളുടെ ഏർലിയസ്റ്റ് സ്റ്റേജില്, അവരുടെ ആ തുടക്ക സ്റ്റേജില് അവരെ ഏറ്റവും നല്ല രീതിയിൽ സേഫ് ഗാർഡ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി, പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് ഈ പറയുന്ന ഇൻഫാന്റ് ഇൻക്യുബേറ്ററിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലെ. അപ്പൊ അത്രയേ ഉള്ളൂ ഇൻക്യുബേറ്റർ കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ. ഓക്കെ, ഇൻക്യുബേറ്റർ ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായി? ഇൻക്യുബേറ്റർ വേറെ കൂടുതലൊന്നും അതിനകത്ത് പറയാനില്ല കേട്ടോ. നിങ്ങൾ പ്രത്യേകിച്ച് ആദ്യത്തെ ആ ഒരു സെന്റൻസ് ഒന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തിടുക. ഇൻഫാന്റ് ഇൻക്യുബേറ്റർ ഈസ് എ സ്മോൾ എക്യുപ്മെന്റ് commonly used in pediatric hospitals, birthing centers and neonatal intensive care units. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ കേട്ടോ. ഓക്കെ, അടുത്തതാണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ. മെഡിക്കൽ റെഫ്രിജറേറ്ററെ പറ്റി നമുക്കറിയാം, കാര്യം നമ്മള് ഫാർമസി പഠിച്ചപ്പോഴൊക്കെ അതിനകത്ത് പറഞ്ഞു പോയിരുന്നു, അല്ലെ. കാര്യം നമ്മൾ സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചില ഡ്രഗ്സ് ഉണ്ട്, പ്രത്യേകിച്ച് ആന്റിബയോട്ടിക്സ്, പിന്നെ എന്താ പറയുക, വിറ്റമിൻസ്, ഹോർമോൺസുകള്, അല്ലെ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എങ്ങനെയാണ് കോൾഡ് സ്റ്റോറേജ് ആയിട്ടാണ് വെക്കുക, അല്ലെ. അത്തരം നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതേ പർപ്പസ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതന്നെ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യാൻ സാധ്യത കറക്റ്റ് ആണ് കേട്ടോ. നോക്കുക, മെഡിക്കൽ റെഫ്രിജറേറ്റേഴ്സ് ആർ particularly designed to meet other images. കറക്റ്റ് ആണ്. ഇൻസുലിൻ, അതല്ലേ, ഇൻസുലിനൊക്കെ നമുക്ക് കോൾഡ് സ്റ്റോറേജിലാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെ. അപ്പൊ അത്തരം മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഇത്തരം റെഫ്രിജറേറ്ററിലായിരിക്കും. മെഡിക്കൽ റെഫ്രിജറേറ്റേഴ്സ് ആർ particularly designed to meet the required temperature demands for the safe vaccine storage. അറിയാലോ, നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് വാക്സിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. വിത്ത് ടെമ്പറേച്ചർ റേഞ്ചസ് ബിറ്റ്വീൻ 35 degree Fahrenheit to 46 degree Fahrenheit, these medical refrigerators will securely store a wide range of medicines ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു താപനില പരിധിയിൽ നിർത്തിക്കൊണ്ട്, ഏത് താപനില റേഞ്ച് ആണ് പറയുന്നത്? ഒരു ഫാരൻഹീറ്റിലാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നമുക്ക് ടെമ്പറേച്ചർ പല യൂണിറ്റിൽ നമുക്ക് പറയാം, ഡിഗ്രി സെൽഷ്യസിൽ പറയാം, ഫാരൻഹീറ്റിൽ പറയാം, അതുപോലെ കെൽവിനിലൊക്കെ നമുക്ക് പറയാം. ഇവിടെ ഫാരൻഹീറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറഞ്ഞാല് 35 ഡിഗ്രി ഫാരൻഹീറ്റിനും അതെ 46 ഡിഗ്രി ഫാരൻഹീറ്റിനും ഇടയില്. അത് ശരിക്കും നമ്മൾ സെൽഷ്യസിലോട്ട് മാറ്റാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സെൽഷ്യസിലേക്ക് മാറ്റാനായിട്ട് അതൊന്നും അറിയണ്ട. സെൽഷ്യസിലേക്ക് മാറ്റുന്നത് വളരെ കുറഞ്ഞ ടെമ്പറേച്ചറാണ് കേട്ടോ, വളരെ താഴ്ന്ന ടെമ്പറേച്ചറാണ്. അപ്പൊ ആ ഒരു ഏകദേശം 35 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് നമ്മൾ സെൽഷ്യസിലേക്ക് താക്കി മാറ്റുമ്പോൾ ഏകദേശം ഒരു 1 something അത്രയും ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് വരുന്നത്. പക്ഷെ അത്രയും താഴ്ന്ന ടെമ്പറേച്ചറാണ് കേട്ടോ. കോൾഡ് സ്റ്റോറേജ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ടെമ്പറേച്ചർ പരിധിയിൽ നിലനിർത്തിക്കൊണ്ട്, ആ ഒരു ടെമ്പറേച്ചർ പരിധി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വൈഡ് റേഞ്ച് ഓഫ് മെഡിസിൻസിനെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, വേറൊന്നുമില്ല അതിനകത്ത് കേട്ടോ. വളരെ സുരക്ഷിതമായിട്ട് വാക്സിൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ മെഡിക്കൽ റെഫ്രിജറേറ്ററുകൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇനി അതിനകത്ത് തന്നെ ഒരു ഡ്രോ പോലെയാണ്, അല്ലെ. ഡ്രോ പോലെയാണ്, നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് പോലെയല്ല, അതിനകത്തെ ഡ്രോയും കാര്യങ്ങളൊക്കെ ഉണ്ട് സെപ്പറേറ്റ് സൂക്ഷിക്കാനായിട്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് വോക്കർ. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് വോക്കർ, അല്ലെ. എന്താണ് വോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എ വോക്കർ ഓർ വാക്കിംഗ് ഫ്രെയിം is an instrument for elderly and disabled people ആണ് കേട്ടോ. കാര്യം ഇവിടെ ഒരു 4 ഡിസേബിൾഡ് എൽഡർലിന്ന് കയറി വന്നിട്ടുണ്ട്. അതൊന്ന് വെട്ടിക്കളഞ്ഞേക്ക് കേട്ടോ, അത് അല്ലാണ്ട് കയറി വന്നേക്കണതാണ്. ഓക്കെ, സാധ്യത കറക്റ്റ് ആണ് കേട്ടോ. പേഷ്യൻസ് നടക്കാൻ വേണ്ടിയിട്ട് നോക്കുക, ഇങ്ങനെ വായിക്കുക കേട്ടോ. എ വോക്കർ ഓർ വാക്കിംഗ് ഫ്രെയിം ഇസ് എൻ ഇൻസ്ട്രുമെന്റ് ഫോർ എൽഡർലി. ഓക്കെ സുഷ, കറക്റ്റ് ആണ്. നടക്കുമ്പോൾ ബാലൻസ് ആക്കാനായിട്ട് അത് തന്നെ. A walker or walking frame is an instrument for elderly and disabled people. അങ്ങനെ വായിക്കാം. അതിന്റെ ഇടയിൽ ഒരു 4 disabled elderly കയറി വന്നിട്ടുണ്ട്, അത് നിങ്ങൾ വെട്ടിക്കളഞ്ഞു കേട്ടോ, അത് ആവശ്യമില്ല. എന്നിട്ട് ഇങ്ങനെ വായിക്കാം. For elderly and disabled people
who require the extra support to maintain balance or stability while they walk. അല്ലെ, തീർച്ചയായിട്ടും വയസ്സായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നടക്കാൻ വൈകല്യമുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട്, അവരുടെ ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അവരുടെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എന്താ പറയാ ഇൻസ്ട്രുമെന്റ് ആണ് വാക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. അത്രയുള്ള അതിനകത്ത് പറയുന്നത്. പിന്നെ എന്താണ് ട്രക്കിയോസ്റ്റമി? അടുത്തത് നോക്കൂ, ട്രക്കിയോസ്റ്റമി. എന്താണ് ട്രക്കിയോസ്റ്റമി? അതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ് കേട്ടോ. എന്താണ്? അതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ഇത് ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത്. നമുക്ക് വായിക്കാം. This surgical procedure consists of making an incision on the anterior aspect of the neck and opening a direct airway through an incision in the trachea. Trachea എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ടെർമിനോളജിയിൽ പഠിച്ചത് വിൻഡ് പൈപ്പ് ആണ് അല്ലെ, നമ്മുടെ ശ്വാസനാളമാണ്. പ്രത്യേകിച്ച് എന്താണ്, മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗികളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യും? നമ്മുടെ ശ്വാസനാളത്തിന്റെ ഭാഗത്ത്, ട്രക്കിയയുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് നമ്മൾ ഇവർ പറയുന്നത് കഴുത്തിന്റെ മുൻഭാഗത്ത് ഒരു ചിത്രം കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. കഴുത്തിന്റെ മുൻഭാഗത്ത് ഒരു ചെറിയ എന്തുണ്ടാക്കാണ്? മുറിവുണ്ടാക്കാണ്. അതന്നെ, കഴുത്തിന്റെ മുകൾ ഭാഗത്ത് മുറിവുണ്ടാക്കിയത്. കഴുത്തിന്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു മുൻഭാഗത്ത് കേട്ടോ, അവിടെയാണ് ട്രക്കിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഒരു മുറിവുണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആ മുറിവിലൂടെ നമ്മളൊരു ആ എയർവേ ഓപ്പൺ ചെയ്യാണ്. ആ മുറിവിലൂടെ നമ്മൾ ആ ശ്വാസനാളത്തിലൂടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ട്യൂബ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ് കേട്ടോ. ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ പറയുന്നത്. ആ ഒരു ശസ്ത്രക്രിയ, ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. അതിനെയാണ് നമ്മൾ ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? This surgical procedure consists of making an incision. Incision എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മുറിവാണ് അവിടെ ഉണ്ടാക്കുന്നത് അല്ലെ. On the anterior aspect of the neck. കണ്ടോ, കഴുത്തിന്റെ മുൻഭാഗത്ത്, ഇവിടെയാണ് നമ്മുടെ ട്രക്കിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്താണ്? ഒരു ഇൻസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ അതിന്റെ ഓപ്പണിംഗ് എ ഡയറക്റ്റ് ആണ്, നേരിട്ട് ശ്വാസനാളം നമ്മൾ തുറക്കുകയാണെങ്കിൽ അതിലൂടെ നമ്മളൊരു എന്താ പറയുക ട്യൂബ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ് അല്ലെ, ത്രൂ ആൻ ഇൻസിഷൻ ഇൻ ദ ട്രക്കിയ. ആ ഒരു സർജിക്കൽ പ്രൊസീജിയർ ഈസ് കോൾഡ് ട്രക്കിയോസ്റ്റമി. അടുത്തതാണ് ക്രച്ചസ്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ക്രച്ചസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ എന്താണ് പറയുന്നത്? ക്രച്ചസ് ഏകദേശം വോക്കർ പോലെ തന്നെയുള്ള ഒരു സംഭവമാണ് കേട്ടോ. വോക്കർ പോലെയുള്ള ഒരു സംഭവമാണ് ക്രച്ചസ്. നോക്കാം. Crutches are a kind of walking aid that help to enhance the size of an individual's base of support. അതായത് ഈ പറയുന്ന ആളുകൾക്ക് ഒരു ബേസ് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അല്ലെ, അവർക്ക് ഒരു ബേസ് സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് അതിലൂടെ അവർക്ക് നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വാക്കിംഗ് എയ്ഡ് ആണ് അല്ലെ, നടക്കാൻ സഹായിക്കുന്ന ഒരു വാക്കിംഗ് എയ്ഡ് അല്ലെ, വാക്കിംഗ് എയ്ഡ് ആണ് ഇതെന്ന് പറയുന്നത് ക്രച്ചസ് എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്നത് അണ്ടർലൈൻ ചെയ്തില്ല കേട്ടോ. Crutches are the kind of walking aid that help to enhance the size of an individual's base of support. Okay. ഇനി നോക്കൂ, they carry നടത്തത്തിന്റെ യൂസ് ചെയ്യുന്ന ആദ്യമേ ഊന്നുവടികളാണ് കേട്ടോ. അതെ, ഊന്നുവടികളെയാണ് സുഷ കറക്റ്റ് ആണ് കേട്ടോ. അതിനെയാണ് നമ്മൾ ക്രച്ചസ് എന്ന് പറയുന്നത്. നോക്കുക, they carry weight from the legs to the upper body and are many a time used by people who unable to other legs to support their weight. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഫ്രം ഷോർട്ട് ടൈം ഇഞ്ചുറീസ് ടു ലോങ് ലാസ്റ്റിംഗ് ഡിസേബിലിറ്റീസ്. ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഇത്തരം ക്രച്ചസിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ലെഗ്സ് തൊട്ട്, നമ്മുടെ കാലുകൾ തൊട്ട് നമ്മുടെ ആന്റീരിയർ ഭാഗം, അതായത് നമ്മുടെ ശരീരത്തിന്റെ മുകൾ ഭാഗം വരെയുള്ള വെയിറ്റ് എന്ത് താങ്ങുന്നുണ്ട്? ഈ പറയുന്ന ക്രച്ചസ് താങ്ങുന്നുണ്ട് അല്ലെ. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ചില ആളുകൾക്കുണ്ട് അവരുടെ ശരീരഭാരം ഭയങ്കര കൂടുതലായിരിക്കും. കാലുകൾക്ക് അവരുടെ ശരീരഭാരം താങ്ങാനായിട്ട് പറ്റിയിട്ടില്ല. ചില ആൾക്കാർ ശ്രദ്ധിച്ചാൽ അവരുടെ കാലുകൾക്ക് തീരെ വണ്ണം കുറവായിരിക്കും. പക്ഷെ എന്താണ്, അവർക്ക് ബോഡി വെയിറ്റ്, ശരീരഭാരം കൂടുതലായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് പെട്ടെന്ന് കാലുവേദന വരും. എന്താന്ന് വെച്ചാൽ കാലിന് വണ്ണം കുറവായിരിക്കും, അത്രയും ബോഡി വെയിറ്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് തന്നെ ബലമില്ല, ആ ബോഡി വെയിറ്റ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് കാലിലേക്കാണ് കൊടുക്കാനും പോകുന്നത്. അപ്പൊ കാലിന് ഭയങ്കര വേദനയായിരിക്കും. അപ്പൊ അത്തരത്തിൽ ചില ആളുകളുണ്ട്, അവരുടെ കാലുകൾക്ക് ശരീരഭാരം താങ്ങാൻ കഴിയാതെ വരും. ഓക്കെ, അപ്പൊ അത് നടത്തത്തിന് ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേക രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ പറയുന്ന പോലെ ഊന്നുവടി എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് ക്രച്ചസ് കേട്ടോ. പിന്നെ പ്രത്യേകം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഫ്രം ഷോർട്ട് ടൈം ഇഞ്ചുറീസ് ടു ലോങ് ലാസ്റ്റിംഗ് ഡിസേബിലിറ്റീസ്. അതായത് ഇപ്പം ഇഞ്ചുറി വന്നിട്ട് ചിലർക്ക് ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് ചില ഇഞ്ചുറി മൂലം അല്ലെങ്കിൽ
എന്താണ് സുഷ, കാലുകൾക്ക് വീഴ്ത്തി അത് തന്നെ, കാലുകൾക്ക് വീഴ്ത്തി താങ്ങാൻ പറ്റാത്തൊരവസ്ഥയുള്ള ആളുകളിലൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഫ്രം ഷോർട്ട് ടൈം ഇഞ്ചുറീസ് ടു ലോങ് ലാസ്റ്റിംഗ് ഡിസേബിലിറ്റീസ്. ചിലവർക്ക് ഇഞ്ചുറി, ഇങ്ങനെ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് വല്ല ഇഞ്ചുറി മൂലം അങ്ങനെ സംഭവിക്കാം. ചിലവർക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തന്നെ വൈകല്യങ്ങൾ വരാം. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇഞ്ചുറീസ് വൈൽ ബീയിങ്. ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഇനി നോക്കാം, ക്രച്ചസ് ആർ ഓഫ് 3 ടൈപ്സ് കേട്ടോ. ക്രച്ചസ് പ്രധാനമായിട്ടും 3 ടൈപ്പ് ആണുള്ളത്. ആ 3 ടൈപ്പിന്റെ ചിത്രമാണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ നോക്കിയേ, ആക്സിലാർ ക്രച്ച്. ഇങ്ങനത്തെ ക്രച്ച് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇതിന്റെ പേര് ആക്സിലറി ക്രച്ചസ് ആണ് കേട്ടോ. അപ്പോ അതുപോലെ രണ്ടാമത്തത് എൽബോ ക്രച്ചസ്. കണ്ടോ, ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ, എൽബോ ക്രച്ചസ്. പിന്നെന്താണ്, ആൻഡ് ഗട്ടർ ക്രച്ചസ് അല്ലെ, ഗട്ടർ ക്രച്ചസ്. ഓക്കെ, അപ്പൊ നോക്കൂ, ആക്സിലറി ക്രച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ആമിന്റെ ഭാഗത്താണ് വെക്കുക അല്ലെ, നമ്മുടെ ആമിന്റെ ഭാഗത്ത് വെച്ചിട്ടാണ് അത് സപ്പോർട്ട് ചെയ്യുക അല്ലെ. എൽബോ ക്രച്ച് എന്ന് പറയുമ്പോൾ ആമിന്റെ ഭാഗത്ത്, നമ്മുടെ എൽബോ കൈമുട്ടിന്റെ ഭാഗം അവിടേക്ക് കയറ്റി വെച്ചിട്ട് അത് അവിടെയാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത്. പിന്നെ ഗട്ടർ ക്രച്ച്. ഗട്ടർ ക്രച്ച് എന്ന് പറയുമ്പോൾ അതിന്റെ ഷേപ്പ് ഒരു കോണിന്റെ ഒരു ഷേപ്പാണ്. കാരണം ഉള്ളിലേക്ക് ഒരു വളഞ്ഞ രീതിയിലുള്ള ഒരു ഷേപ്പാണ്. അപ്പൊ ഇവിടെയും ഇതുപോലെ തന്നെ ആമിന്റെ ഭാഗത്ത് വെച്ചിട്ടാണ് ഇത്തരം ക്രച്ചസ് നമ്മൾ നടക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ 3 ടൈപ്പ് ക്രച്ചസ് ഇതിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇനി കാണുമ്പോൾ നിങ്ങൾ പറയാം അത് ആക്സിലറി ക്രച്ച് ആണ്, അല്ലെങ്കിൽ അത് എൽബോ ക്രച്ച് ആണ്, അത് ഗട്ടർ ക്രച്ച് ആണെന്നൊക്കെ തിരിച്ചറിയാം കേട്ടോ. അടുത്തതാണ് കാർഡിയാക് മോണിറ്റർ. എന്താണ് കാർഡിയാക് മോണിറ്റർ? ചിത്രം നോക്കി നിങ്ങള്, കണ്ട ചിത്രം ഇതാണ് കേട്ടോ നമ്മുടെ എന്ത് കാർഡിയാക് മോണിറ്റർ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് കാർഡിയാക് മോണിറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ ECG, അതുപോലെ തന്നെ മറ്റ് റെസ്പിറേഷൻ റേറ്റ്, പിന്നെ മറ്റു പല പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട ചില പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളതെല്ലാം തന്നെ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഓൺ ടൈം, റിയൽ ടൈം ആണെന്ന് പറയുന്നത്, അപ്പൊ തന്നെ ലൈവായിട്ട് റിയൽ ടൈം, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട്, ഓക്കെ, അത് പ്രദർശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ സംവിധാനമാണ്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, കാർഡിയാക് മോണിറ്റർ എന്നാണ്. പ്രധാനമായിട്ടും നമ്മൾ കാർഡിയാക് മോണിറ്റർ എവിടെ ഉപയോഗിക്കാന്ന് അറിയാമോ? നമ്മൾ ഈ ICUലൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ICU അതുപോലെ എമർജൻസി റൂമുകളിലൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അതെ, ഹാർട്ട് ബീറ്റ് കാണിക്കും, ECG കാണിക്കും, അതിന്റെ റെസ്പിറേഷൻ റേറ്റ് കാണിക്കും, പിന്നെ മറ്റു പല പാരാമീറ്റേഴ്സുകളും ഒരേപോലെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട്, പ്രദർശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. കണ്ടോ ഇതിനകത്ത്? അതും എങ്ങനെ പ്രദർശിപ്പിക്കണമെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ് അവിടെ കാണിക്കുന്നത്. റെക്കോർഡ് ചെയ്തതോ അങ്ങനെയൊന്നുള്ളതല്ല, കണ്ടിന്യൂസ് ആയിട്ട് റിയൽ ടൈം ആയിട്ടുള്ളതാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് വായിക്കാം. The cardiac monitor is an equipment that exhibits the electrical and pressure waveforms of the cardiovascular system for the measurement and treatment. ഓക്കെ, അതായത് നമ്മുടെ ഹാർട്ടിന്റെ എന്താണ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ പ്രഷർ വേവ്ഫോംസ് അല്ലെ, അങ്ങനെയുള്ള മറ്റു പല പാരാമീറ്റേഴ്സ്, അതായത് നമ്മുടെ ആ ഒരു പ്രഷർ വേവ്ഫോംസ് ഒക്കെ പ്രത്യേകിച്ച് ഹാർട്ടിന്റെ കാർഡിയോ വാസ്കുലർ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കാർഡിയോ വാസ്കുലർ സിസ്റ്റം അതിന്റെ ചികിത്സയ്ക്കും മെഷർമെന്റും ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന, എക്സിബിറ്റ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത്. Parameters particular to respiratory function can also be calculated. അത് മാത്രമല്ല, നമ്മുടെ റെസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ അത്തരം പാരാമീറ്റേഴ്സും ഇതിനകത്ത് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. പറഞ്ഞല്ലോ, ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട് ECG മാത്രമല്ല, റെസ്പിറേഷൻ റേറ്റ്, നമ്മുടെ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട് ടൈഡൽ വോളിയം, അങ്ങനെയുള്ള ചില റേറ്റുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, എക്സിബിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, it is most commonly used in emergency rooms and critical care areas to observe the post-operative patients, അതുപോലെ patients with the critical electrolyte imbalances and other unstable patients. അപ്പൊ പ്രധാനമായിട്ടും ഈ എക്യുപ്മെന്റ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എമർജൻസി റൂമിലും ICUലൊക്കെയാണ് കേട്ടോ. ക്രിട്ടിക്കൽ കെയർ ഏരിയാസ്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് തന്നെയാണ് നമ്മുടെ ICU എന്ന് പറയുന്നത് കേട്ടോ.
അപ്പൊ അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്ത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ടു മോണിറ്റർ ദ പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ പേഷ്യൻസ് വിത്ത് ക്രിട്ടിക്കൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ്, ഇപ്പൊ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാൻ, പിന്നെ മറ്റ് അതർ അൺസ്റ്റേബിൾ പേഷ്യൻസ്, മറ്റ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ മോണിറ്റർ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് കാർഡിയാക് മോണിറ്റർ കേട്ടോ. ഇനി അടുത്തതാണ് ട്രാക്ഷൻ. ഈ ചിത്രം നോക്കിയ ട്രാക്ഷൻ അല്ലെ. അപ്പൊ നോക്കാം, ട്രാക്ഷൻ നമുക്ക് എന്താ നോക്കാം. ട്രാക്ഷൻ ഈസ് എ സെറ്റ് ഓഫ് മെക്കാനിസംസ് to straighten broken bones or relieve pressure on the spine and bones. അതായത് ഈ പറയുന്ന എല്ലുകൾ പൊട്ടുകയോ അല്ലെങ്കിൽ നമ്മുടെ ബോൺസിന് ചുറ്റും, എന്താണ് സുഷ, പൊട്ടിയ ബോൺസ് നേരെയാണുള്ളത്, അതെന്റെ ലെഗ് ബ്രോക്കൺ പേഷ്യൻസ് യൂസ് ചെയ്യും. കറക്റ്റ് ആണ് കേട്ടോ സുഷ, എല്ലാവരും കറക്റ്റ് ആണ് പറഞ്ഞത്. അത് തന്നെ, അതായത് നമ്മൾ എല്ലുകളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അത് നേരെയാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മുടെ സ്പൈൻ ബോൺസ് അല്ലെ, നമ്മുടെ എല്ലുകൾക്ക് ചുറ്റും അല്ലെങ്കിൽ നട്ടിലിന് ചുറ്റുമുള്ള ആ ഒരു പ്രഷർ അല്ലെ, ആ ഒരു പ്രഷറിനെ എന്ത് ചെയ്യണം? റിലീവ് ചെയ്യണം അല്ലെ, അതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സംവിധാനം. ഓക്കെ, സെറ്റ് ഓഫ് മെക്കാനിസംസ്, അതിനെയാണ് നമ്മൾ ട്രാക്ഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ കാലൊക്കെ കെട്ടി തൂക്കി അനക്കാതെ ഉയർത്തി വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ പൊട്ടിയ എല്ലുകള് നേരെയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കുക, there are mainly two types of traction. ട്രാക്ഷൻ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? സ്കിൻ ട്രാക്ഷൻ ഉണ്ട്, സ്കെലറ്റൽ ട്രാക്ഷൻ ഉണ്ട്. എന്താണ് സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുന്നത്? സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ട്രാക്ഷൻ ഫോഴ്സ് കൊടുക്കുന്നത് ഡയറക്ട്ലി ഇൻ ടു ദ സ്കിൻ ആണ്, സ്കിന്നിലോട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ വല്ല സ്ട്രാപ്സ് വെച്ചോ അല്ലെങ്കിൽ വല്ല പാഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മളെ കൈയൊക്കെ ഒന്ന് ജസ്റ്റ് പതുക്കെ ഫ്രാക്ചർ, നമ്മൾ ചിലപ്പോൾ സ്പ്ലിന്റ് ഒക്കെ ഇടും, കണ്ടിട്ടില്ലേ? അത് നമ്മൾ നേരിട്ട് ശരിക്കും നമ്മുടെ സ്കിന്നിലാണ് വെക്കുന്നത് അല്ലെ. അതുപോലെ ചിലവരെന്താ കാലൊക്കെ ഫുട്ബോളൊക്കെ കളിക്കുന്ന ആൾക്കാരായിരിക്കും, മിക്കപ്പോഴും കാലൊക്കെ മടങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അവർ കാലൊക്കെ ഒരു സ്കിന്നിന് നേരിട്ട് അപ്ലൈ ചെയ്യുന്നു. അതെ, നമ്മൾ ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റും. ഉള്ളിൽ ചെറിയ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന് പറയാം, ഒരു കാലൊക്കെ കെട്ടി വെക്കണമെങ്കിൽ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു തുണിയൊക്കെ കിട്ടൂലോ, പേര് ഞാൻ മറന്നു. അതുപോലെ അതൊക്കെ നമ്മളിങ്ങനെ കെട്ടി വെക്കാറുണ്ട് അല്ലെ, കുറച്ച് നാൾ അടക്കാണ്ട് ആ ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. അത് തന്നെ ബാൻഡേജ്. യെസ്, ആ ബാൻഡേജ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അതുപോലെ നമ്മൾ കൈ ചിലപ്പോൾ ഫ്രാക്ചർ ആയി ഇങ്ങനെ സ്പ്ലിന്റ് ഇടും, കത്തിക്കൂടി ഇടുന്നതുണ്ട്, അതല്ലാണ്ട് വേറൊരു സ്പ്ലിന്റ് കിട്ടും. നമുക്ക് ജസ്റ്റ് അതിന്റെ ഉള്ളിൽ കൈ കയറ്റിയിട്ട് ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്ത് നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിലൂടെ നമ്മൾ ആ ഫ്രാക്ചറിന് എന്ത് ചെയ്യാണ്? നേരെയാക്കണം. അവിടെ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുകയാണ് അല്ലെ. അത് നേരിട്ട് നമ്മൾ എന്തിലേക്ക് അപ്ലൈ ചെയ്യുന്നത്? സ്കിന്നിലോട്ടല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഉള്ളിൽ വല്ല നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. അതാണ് സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വല്ല സ്ട്രാപ്പോ പാഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു എന്താ പറയാ ഫ്രാക്ചർ അല്ലെങ്കിൽ ആ ഒരു എല്ലിനെ നമ്മൾ നേരെയാക്കി കുറച്ചു കാലം നമ്മൾ അത് ഇട്ട് നിൽക്കേണ്ടി വരും അല്ലെ. അപ്പൊ അതാണ് സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് വരുന്നത് സ്കെൽറ്റൽ ട്രാക്ഷൻ ആണ്. അതെന്ന് പറഞ്ഞാൽ നേരിട്ട് നമ്മൾ സ്കെൽറ്റൽ സിസ്റ്റത്തിലേക്കാണ് ആ ഒരു ട്രാക്ഷൻ ഫോഴ്സ്. എന്തെങ്കിലും സ്ക്രൂ വെച്ച് തിരിക്കുക, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. സ്റ്റീൽ ഇട്ടിട്ട്, അതെന്നെ രൂപ കറക്റ്റ്, സ്റ്റീൽ ഇട്ടിട്ട് നമ്മൾ സ്ക്രൂ വെക്കാൻ എന്തെങ്കിലും പിൻസോ കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് നേരെയാക്കാമല്ലോ. അപ്പൊ അതിനെയാണ് സ്കെൽറ്റൽ ട്രാക്ഷൻ എന്ന് പറയുന്നത്. സിവിയർ ആയിട്ടുള്ള കേസുകളിലൊക്കെ അങ്ങനെ നമുക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. അത് ചിലപ്പോൾ ഓപ്പൺ സർജറി ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് സ്ക്രൂവോ പിൻസുകളോ ഒക്കെ നമുക്ക് അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും എല്ലുകൾ നമുക്ക് നേരെയാക്കേണ്ടി വരാറുണ്ട്. അതാണ് സ്കെലറ്റൽ ട്രാക്ഷൻ. അതേസമയം നമ്മൾ ബാൻഡേജ്, സ്പ്ലിന്റ് അങ്ങനത്തെ ഒക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് സ്കിന്നിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അത് സ്കിൻ ട്രാക്ഷൻ. ഓക്കെ, അപ്പൊ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. ദേ ആർ യൂട്ടിലൈസ്ഡ് എവിടെയായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക? ഓർത്തോപീഡിക് മെഡിസിൻ, അവിടെയല്ലേ ഇത് ആവശ്യം വരുന്നത്? ഓർത്തോപീഡിക് മെഡിസിൻ അല്ലെ, അവിടെയാണ് ഈ പറയുന്ന ട്രാക്ഷൻ സിസ്റ്റംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇതോട് കൂടിയിട്ട് നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഈ ചാപ്റ്റർ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഈ ചാപ്റ്ററിൽ ഓരോ എക്യുപ്മെന്റ് പഠിക്കുമ്പോഴും ആദ്യത്തെ ഒരു സെന്റൻസിൽ കൃത്യമായിട്ട് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അതിന്റെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. അത് വെച്ച് തന്നെ പഠിക്കാം കേട്ടോ. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇതിൽ ചിലത് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ECG, അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഹോൾട്ടർ മോണിറ്റർ.
അപ്പൊ അതുപോലെ കാർഡിയാക് മോണിറ്റർ, അത് മൂന്നും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ECG എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഓർക്കുക, ഒരു 10-15 സെക്കൻഡുകൾ നേരമാണ് നമ്മൾ അവിടെ ഹാർട്ടിന്റെ എന്താ പറയുക ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത്. ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുമ്പോൾ ECG തന്നെ, പക്ഷെ എന്താണ് അതൊരു 24 to 48 hours ആണ് നമ്മൾ ഇൻഫ്യൂഷൻ പമ്പ്. ഓക്കെ പറയാം. ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഒരു 24 തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഹാർട്ടിന്റെ ഫങ്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, റെക്കോർഡ് ചെയ്യാണ്, കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാണ്. ഓക്കെ, ഇനി കാർഡിയാക് പിന്നെ ഹോൾട്ടർ മോണിറ്റർ കുറെ കൂടെ എന്താണ് പോർട്ടബിൾ ആണ്, മനസ്സിലായോ? അത് കുറെ കൂടി ഈസി ടു ഹാൻഡിൽ ആണ്. അതൊക്കെയാണ് അതിന്റെ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞത് കേട്ടോ. അതുപോലെ കാർഡിയാക് മോണിറ്റർ എന്ന് പറയുമ്പോൾ ECG മാത്രമല്ല, അവിടെ റെസ്പിറേഷൻ റേറ്റ്, മറ്റ് പല പാരാമീറ്റേഴ്സുകളും ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന, അതും റിയൽ ടൈം കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കാർഡിയാക് മോണിറ്റർ. അപ്പൊ അതൊക്കെ തമ്മിൽ ജസ്റ്റ് ഒരു വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ എന്തായിരുന്നു പറഞ്ഞത്, ഇൻഫ്യൂഷൻ പമ്പ് അല്ലെ? ഓക്കെ, ഇൻഫ്യൂഷൻ പമ്പ് എവിടെയാണ് നമ്മൾ പറഞ്ഞത്? ഇൻഫ്യൂഷൻ പമ്പ് ഇൻഫ്യൂഷൻ പമ്പും സിറിഞ്ച് പമ്പും തമ്മിൽ അതുപോലെ മാറിപ്പോകരുത് കേട്ടോ. നമ്മൾ തുടക്കം ഒരു സിറിഞ്ച് പമ്പ് ഇതിനകത്ത് പഠിച്ചിട്ടുണ്ട്, അതും ഇൻഫ്യൂസ് ചെയ്യാൻ തന്നെ ഉപയോഗിക്കുന്നതാണ്. ഇത് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? an infusion pump injects the fluids, medication of nutrients into a patient's circulatory system. അതായത് സർക്കുലേറ്ററി സിസ്റ്റം എന്താ, നമ്മുടെ രക്തപര്യന വ്യവസ്ഥ, നമ്മുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിനകത്തോട്ട് എന്താണ് ഈ പറയുന്ന മരുന്നുകള്, മറ്റു പല ഫ്ലൂയിഡ്സുകൾ അല്ലെ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾക്ക് ഇൻഫ്യൂസ് ചെയ്യാൻ, കുത്തിവെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പമ്പാണിത് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടേക്കാണ് നമ്മൾ നേരിട്ട് കൊടുക്കുന്ന നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലോട്ട് ഈ പറയുന്ന മരുന്നുകൾ, മറ്റുള്ള ഫ്ലൂയിഡ്സുകളൊക്കെ കുത്തിവെക്കാനായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻട്രാവെനസലി. ഇത് സാധാരണ ഇൻഫ്യൂഷൻ പമ്പ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ഇൻട്രാവെനസിലേക്ക് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. IV, അതായത് ഡയറക്ട്ലി ഇൻസേർട്ടഡ് ഇൻ ടു ദ വെയിൻ ആണ്. നേരിട്ട് നമ്മൾ വെയിനിലേക്ക് എന്ത് ചെയ്യാണ്, ഇൻഫ്യൂസ് ചെയ്യാണ്. ഓക്കെ, മരുന്നുകൾ അതിനെന്താണ് നമ്മൾ നേരിട്ട് എന്ത് ചെയ്യാണ്, വെയിനിലോട്ട് ഇൻഫ്യൂസ് ചെയ്യാണ്. അപ്പൊ വെയിനിലോട്ട് ഇൻഫ്യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്ത് കിട്ടുള്ളൂ അല്ലെ, നമ്മുടെ ബോഡിയിലോട്ട് ഇത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്ത് പൊക്കോളൂ. എന്നിരുന്നാലും subcutaneous, arterial and sometimes used for epidural infusion. പല ടൈപ്പ് ഇൻഫ്യൂഷൻ ഉണ്ട്. പൊതുവെ നമ്മൾ ചെയ്യുക ഇൻട്രാവെനസ് ഇൻഫ്യൂഷൻ ആണ് പൊതുവെ നമ്മൾ ചെയ്യാറ്. അതുകൂടാണ്ട് സബ്ക്യൂട്ടേനിയസ് ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ പഠിച്ചിട്ടുണ്ട്. അണ്ടർ ദ സ്കിൻ ആണ് കേട്ടോ. സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ അണ്ടർ ദ സ്കിൻ ആണ്, നമ്മുടെ സ്കിന്നിന് തൊട്ട് താഴെ, ആ തൊട്ട് താഴെ അണ്ടർ ദ സ്കിന്നിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാൻ പറ്റും. വെയിനിലോട്ടല്ല, നമ്മുടെ സ്കിന്നിന്റെ താഴെയുള്ള ലെയർ ഉണ്ടല്ലോ, അതിലോട്ട് നേരിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻഫ്യൂസ് ചെയ്യാണ്. അപ്പൊ ആ രീതി അങ്ങനെയുള്ള മരുന്നുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഇൻസുലിൻ പോലുള്ള മരുന്നുകളൊക്കെ ഇല്ലേ, അതൊക്കെ എന്ന് വെച്ചാൽ വളരെ സാവകാശം ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്ന ചില മെഡിസിൻസ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ സബ്ക്യൂട്ടേനിയസ് ഇൻഫ്യൂഷൻ ആണ് ചെയ്യാറുള്ളത്. അതായത് അണ്ടർ ദ സ്കിന്നിലോട്ടാണ് ഇൻഫ്യൂസ് ചെയ്യാറ്. അപ്പൊ ഇൻട്രാവെനസി പോലെയെല്ലാം വളരെ പതുക്കെ മാത്രമേ അത് അബ്സോർബ് ചെയ്യപ്പെടുള്ളൂ. പിന്നെ പറയുന്നത് ആർട്ടീരിയൽ ഇൻഫ്യൂഷൻ ആണ്. ആർട്ടീരിയൽ എന്ന് പറയുമ്പോൾ ആർട്ടറിയാണ്, നമ്മുടെ ധമനി ഉണ്ടല്ലോ, ധമനിയിലോട്ട് നേരിട്ട് എന്ത് ചെയ്യാണ്? ഇൻഫ്യൂസ് ചെയ്യാണ്. ഓക്കെ, അതെന്ന് പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് റിസ്ക് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻഫ്യൂഷൻ ആണ് ആർട്ടീരിയൽ ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത്. സംടൈംസ് യൂസ്ഡ് ഫോർ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ. പിന്നെ വേറൊരു ടൈപ്പ് ഇൻഫ്യൂഷൻ, അതാണ് എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ. എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എപ്പിഡ്യൂറൽ സ്പേസ് ഉണ്ട്, നമ്മുടെ എന്താ പറയാ സ്പൈനൽ കോഡ് ഉണ്ടല്ലോ, നമ്മുടെ സുഷുമ്ന. ഓക്കെ, അതിന്റെ ഭാഗം പ്രത്യേകിച്ച് നമ്മുടെ സ്പൈനിന്റെ ഒക്കെ ഭാഗത്ത്, നട്ടെല്ലിന്റെ ഭാഗത്തേക്കാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിൻ തൊട്ട് നട്ടെല്ലിന്റെ ഭാഗം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഇതാണ് സുഷുമ്ന നാഡി എന്ന് പറയുന്നത്. അപ്പൊ ആ സ്പൈൻ ഉണ്ടല്ലോ, ആ സ്പൈനിന്റെ ചുറ്റുമുള്ള ഒരു ഏരിയനാണ് നമ്മൾ എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറയുന്നത് കേട്ടോ. എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറഞ്ഞത് സ്പേസ് സറൗണ്ടിങ് ദ സ്പൈൻ ആണ്. ആ സ്പൈനൽ കോഡ്, സ്പൈനിന്റെ ആ ചുറ്റുമുള്ള ആ റീജിയനെയാണ് നമ്മൾ എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങോട്ടേക്കും നമ്മൾ നേരിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഇൻഫ്യൂസ് ചെയ്യാറുണ്ട്. എവിടെയാണ് നമ്മൾ ചെയ്യാന്നറിയോ? ലേബർ സമയത്ത്, പ്രസവ സമയത്തൊക്കെ ചെയ്യാറില്ല. അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് നട്ടെല്ലിന്റെ ഭാഗത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇൻജെക്ട് ചെയ്യുന്നത് അല്ലെ. അവിടെ ഈ എപ്പിഡ്യൂറൽ സ്പേസിനകത്തേക്കാണ് അവിടെ ഇൻഫ്യൂഷൻ ചെയ്യുന്നത്. അപ്പൊ പലതരത്തിൽ ഇൻഫ്യൂഷൻ ചെയ്യാം. കോമൺലി നമ്മൾ ചെയ്യുന്ന ഇൻട്രാവെനസിന് നേരിട്ട് നമ്മുടെ ആമിന്റെ ഇവിടെ വെയിനിലോട്ട് നേരിട്ട് കുത്തിവെക്കും.
മറ്റത് നമ്മൾ സബ്ക്യൂട്ടേനിയസ് അണ്ടർ ദ സ്കിന്നിലോട്ട് നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആർട്ടീരിയൽ ഇൻഫ്യൂഷൻ അത് നേരിട്ട് ആർട്ടറിയിലോട്ടാണ് നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞത് എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ. മനസ്സിലായത്? എപ്പിഡ്യൂറൽ സ്പേസിനകത്ത് പ്രത്യേകിച്ച് പ്രസവ സമയത്ത് അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്തൊക്കെ നട്ടില് നമ്മൾ സിസേറിയൻ ചെയ്തവർക്ക് അറിയാൻ പറ്റും, ഇങ്ങനെ വളച്ചെടുത്തിട്ട് നട്ടിലോട്ടാണ് ഇൻഫ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഇൻഫ്യൂഷൻ പമ്പും പിന്നെ നമ്മൾ മുന്നൊരു സാധനം പഠിച്ചിരുന്നു, സിറിഞ്ച് പമ്പ്. അത് തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത് ചെറിയ വോള്യത്തിലൊക്കെ നമുക്ക് എന്താ പറയാ ഫ്ലൂയിഡ്സ് ഒക്കെ ഇൻഫ്യൂസ് ചെയ്യാനാണ് സിറിഞ്ച് പമ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിലൊരു സിറിഞ്ച് മാത്രം സിറിഞ്ചാണ് ഉണ്ടാവുക. അതേസമയം ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത് കുറേ കൂടെ വലിയ അളവിലൊക്കെ നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാനായിട്ട് ഇൻഫ്യൂഷൻ പമ്പാണ് ഉപയോഗിക്കുക. പിന്നെ അതെന്ന് പറയുമ്പോൾ സിറിഞ്ച് പമ്പ് പോലെ ചെറുതല്ല, കുറച്ചും കൂടെ വലുതാണ്. അതിൽ കുറച്ച് പൈപ്പിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അതും മാറിപ്പോകുന്നില്ല കേട്ടോ. രണ്ടും നോക്കുമ്പോൾ ഇൻഫ്യൂസ് ആണ്, പക്ഷെ അതിൽ എന്താ വ്യത്യാസം എന്നുള്ളതാണ് ഞാനിപ്പോ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ഇതോടുകൂടി നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കും. ഓക്കെ ആണല്ലോ നിങ്ങൾക്ക്? നമ്മൾ ഏകദേശം ഒരു 43 തോന്നുന്നു കേട്ടോ. 43 എന്താ പറയാ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ ഇതിനകത്ത് പഠിച്ചത്. അപ്പൊ ഇനി നമുക്ക് പുതിയൊരു ചാപ്റ്ററിലോട്ട് കടക്കാം. ഓക്കെ, പുതിയ ചാപ്റ്റർ ഏതാണ് എടുക്കുന്നത് പറഞ്ഞത്? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആണ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഇതാണ്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഓക്കെ, നമുക്കത് തുടങ്ങാം. സെൻട്രലൈസ്ഡ് അപ്പൊ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. എല്ലാവരും ആ ചാപ്റ്റർ ഒന്ന് എടുക്കുക കേട്ടോ. എല്ലാവരും ആ ചാപ്റ്റർ ഒന്ന് എടുത്തു വെക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ 4th മൊഡ്യൂൾ വൈസ് നോക്കുമ്പോൾ 4ാമത്തെ മൊഡ്യൂളിൽ വരുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ഇത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. നിങ്ങളുടെ എനിക്ക് തോന്നുന്നത് 34 അല്ലെ? ഏത് മൊഡ്യൂളിലൊക്കെ എടുക്കുന്നത് നിങ്ങളുടെ 34? ഏത് മൊഡ്യൂളിലൊക്കെ എടുക്കുന്നത് അതൊന്ന് പറയാമോ? മൊഡ്യൂൾ 2-നകത്താണ്. ഓക്കെ, മൊഡ്യൂൾ 2-നകത്താണ് കിടക്കുന്നത് അല്ലെ? ശരി, അപ്പൊ അതൊന്ന് നോക്കിയെടുക്കുക കേട്ടോ. അപ്പൊ പിന്നെ നിങ്ങൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാണ്, നിങ്ങൾ ഫൈനൽ എക്സാം വരുമല്ലോ. എക്സാം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് മൊഡ്യൂൾ വൈസ് ആയിട്ട് ഓരോ മൊഡ്യൂളിലും വരുന്ന ചാപ്റ്റേഴ്സുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതനുസരിച്ച് നിങ്ങൾ തിരിച്ച് കൃത്യമായിട്ട് എഴുതി ആ രീതിയിൽ വേണം നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് കേട്ടോ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൊഡ്യൂള് അത് ഓരോ എക്സാമും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും. 4 മൊഡ്യൂൾ എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. മൊഡ്യൂൾ 1-ന് വരുന്ന എക്സാം, മൊഡ്യൂൾ 2-ല് മാത്രമായിട്ടൊരു എക്സാം, 3-ക്ക് 4-ന് അങ്ങനെ പറഞ്ഞിട്ടാണ് എക്സാം നടത്തുന്നത്. നിലവില് അങ്ങനെയാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയേക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മൊഡ്യൂൾ 1-ല് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് കൃത്യമായിട്ട് ഇപ്പോഴേ തന്നെ എഴുതി വെച്ച് നിങ്ങൾ പഠിക്കണം കേട്ടോ. മൊഡ്യൂൾ 2-ലും 3-ലും 4-ലൊക്കെ വരുന്ന ചാപ്റ്ററുകൾ ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെച്ച് ആ ചാപ്റ്ററുകൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം കേട്ടോ അന്നത്തെ പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അല്ലെങ്കിൽ അങ്ങോട്ട് ഇപ്പൊ നിങ്ങൾക്ക് ആകെ ഷഫിൾ ആയിട്ടാണ് കിടക്കുന്നത് ചാപ്റ്റേഴ്സ്. അത് നിങ്ങൾ ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തെ പറ്റിയാണ് ഇത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറെ എന്താ പറയാ മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പൈപ്പ്, വാൽവ്, റെഗുലേറ്റർ, അതിനെ പറ്റിയൊക്കെ എന്താണ് ക്രിസ്റ്റി? എക്സാം ജനുവരി. അത് നമ്മുടെ പോർഷൻസ് തീരട്ടെ കേട്ടോ. പോർഷൻസ് തീരുമ്പോ പറയും, ഇൻഫോം ചെയ്യും. അതായത് ഇതിന്റെ ഒരു മൊഡ്യൂൾ എക്സാം ഉണ്ടാവുമല്ലോ. ഫസ്റ്റ് 2nd മൊഡ്യൂൾ കഴിഞ്ഞപ്പോ ഒരു മൊഡ്യൂൾ എക്സാം നിങ്ങൾക്ക് വന്നില്ലേ? മോഡൽ എക്സാം വന്നില്ലേ? അതുപോലെ 3rd-ഉം 4th-ഉം കഴിയുമ്പോൾ നിങ്ങൾക്ക് 3rd-ഉം 4th-ന്റെ ഒരു മോഡൽ മൊഡ്യൂൾ എക്സാം വരും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫൈനൽ എക്സാമിലോട്ട് പോകുള്ളൂ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നോക്കാം സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഈ ഒരു ചാപ്റ്റർ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാനായിട്ടൊക്കെ. കുറച്ചൊരു ചിലപ്പോട്ടോ, എല്ലാവർക്കും ഉള്ള കാര്യമല്ല പറഞ്ഞാൽ ചിലർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തെ പറ്റി പറയുമ്പോൾ എന്താണ് മെഡിക്കൽ ഗ്യാസ് എന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് മെഡിക്കൽ ഗ്യാസ്? എന്തൊക്കെ മെഡിക്കൽ ഗ്യാസുകളാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ ഉപയോഗപ്പെടുത്തുന്നത്? ഓക്കെ, അതൊക്കെ നമ്മൾ അറിയണം. ശരിക്കും പറഞ്ഞാല് മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ ചികിത്സ അല്ലെ, നമ്മുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക്സ് അല്ലെ, നമ്മുടെ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയാ, പിന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് അനസ്തേഷ്യ അല്ലെ, അനസ്തേഷ്യ. അങ്ങനെയുള്ള മെഡിക്കൽ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാതകങ്ങൾ, അതിനെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്.
ഓക്കെ, എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്, രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നുണ്ട്, അനസ്തേഷ്യയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മെഡിക്കൽ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗപ്പെടുത്തുന്ന വാതകങ്ങൾ, അതിനെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസ് എന്ന് നമ്മൾ പറയുന്നത്. റൂബി പറയുന്ന ഓക്സിജൻ. ഓക്കെ, ഇനിയുണ്ട് കേട്ടോ മെഡിക്കൽ ഗ്യാസുകൾ. ഏതൊക്കെയാണുള്ളത് നമ്മുടെ ചാപ്റ്ററിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ മെഡിക്കൽ ഗ്യാസുകള് നമ്മൾ എങ്ങനെയാണ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്? ഏത് രീതിയിലാണ് എങ്ങനെയാണ് നമ്മൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്? മാസ്കുകൾ മുഖേന അല്ലെ, മാസ്ക് ആവാം, ചിലപ്പോ നെയ്സൽ കാനുലാസ് ആവാം, കണ്ടിട്ടില്ലേ മുക്കിൽ കൂടെ ട്യൂബ് ഒക്കെ ഇട്ടിട്ട് നെയ്സൽ കാനുലാസ് ആവാം, അല്ലെങ്കിൽ വെന്റിലേറ്ററുകൾ. അതിനധികം മാസ്ക് ഉണ്ട്, നെയ്സൽ കാനുലാസ് ഉണ്ട്, വെന്റിലേറ്ററുകൾ, അങ്ങനെയുള്ള ഉപകരണങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള മെഡിക്കൽ ഗ്യാസുകൾ പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അത് അത്രയും മനസ്സിലാക്കി. അപ്പൊ മെഡിക്കൽ ഗ്യാസ് എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് മനസ്സിലായി. ഇനി നമ്മൾ ഇത്തരത്തിലുള്ള മെഡിക്കൽ ഗ്യാസ് നമ്മൾ രോഗികൾക്ക് വളരെ സുരക്ഷിതമായിട്ട് വേണം കൊടുക്കാനായിട്ട് അല്ലെ, വളരെ കൺട്രോൾഡ് മാനർ. അതിനൊക്കെ കുറെ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ രോഗികൾക്ക് വളരെ സുരക്ഷിതമായിട്ടും അതുപോലെ തന്നെ വളരെ എന്താ പറയാ റിലയബിൾ ആയിട്ട്, അതായത് വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ ഈ ഒരു വാതക വിതരണം ഉറപ്പാക്കാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ എന്ത് ആവശ്യമാണ്? മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആവശ്യമാണ്. അതും സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആവശ്യമാണ്. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. അതായത് ആശുപത്രിയിലെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ വാതകങ്ങൾ ഏതൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, അത് ഏത് രീതിയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതുപോലെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണൻസുകൾ എന്തൊക്കെയാണ്. പിന്നെ അതിന് ഓരോ മെഡിക്കൽ ഗ്യാസിനും നമ്മൾ ഒരു കളർ കോഡ് വെച്ചിട്ടൊക്കെയാണ് പറയുക. കാരണം ഒരുപാടുണ്ടല്ലോ മെഡിക്കൽ ഗ്യാസ്. അപ്പോ എല്ലാത്തിനെയും നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് ഓരോ കളർ കോഡും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അഡ്വാൻറ്റേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായില്ല. അപ്പൊ മെഡിക്കൽ ഗ്യാസ് എന്താന്ന് മനസ്സിലായി. അപ്പൊ ഈ മെഡിക്കൽ ഗ്യാസ് വളരെ സുരക്ഷിതമായിട്ടും വളരെ നല്ല രീതിയിൽ പേഷ്യൻസിന് കൊടുക്കാനായിട്ടാണ്, ആ ഒരു മെഡിക്കൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ വളരെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ എന്ത് ഉപയോഗിക്കുന്നത്? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഉപയോഗപ്പെടുത്തുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വായിക്കാം. നമുക്ക് എന്താണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്? മെഡിക്കൽ ഗ്യാസസ് ആർ ഗ്യാസസ് അഡ്മിനിസ്ട്രേഡ് ടു പേഷ്യൻസ്. നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ. മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ രോഗികൾക്ക് കൊടുക്കുന്ന വാതകങ്ങളെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റംസ് ആർ increasingly turning out to be an essential requirement in hospitals in the same way that other necessary services and utilities like electricity, water and air conditioning. എന്താണ് പറയുന്നത്? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ പ്രാധാന്യം, അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ പറയുന്നത്. അതായത് ഒരു ഹോസ്പിറ്റലിനകത്ത് ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ വാട്ടർ അല്ലെ, AC, ഇതൊക്കെ എന്താണ്? അവശ്യ സേവനങ്ങളാണ് അല്ലെ. അപ്പൊ ഇത്തരം സേവനങ്ങൾക്കൊക്കെ എത്രത്തോളം പ്രാധാന്യം ഒരു ഹോസ്പിറ്റലിലുണ്ടോ അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒരു അവശ്യ സേവനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഇലക്ട്രിസിറ്റി ഇല്ലാതെ അവിടുത്തെ കാര്യങ്ങൾ നടക്കുമോ? ഇല്ല. വെള്ളം ഒരു അവശ്യ വസ്തുവാണ് അല്ലെ. AC-യും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇതെല്ലാം തന്നെ അവശ്യ സേവനങ്ങളാണ്. ഇതില്ലാതെ അവിടുത്തെ ഒരു കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിനൊക്കെ എത്രത്തോളം, അത്തരം യൂട്ടിലിറ്റീസിനൊക്കെ എത്രത്തോളം പ്രാധാന്യം ഉണ്ടോ അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ അവര് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കുക, മെഡിക്കൽ ഗ്യാസസ് which are gases used in medical procedures are used for treatment, for anesthesia and some for driving medical devices and tools. ഞാനിപ്പോ പറഞ്ഞ കാര്യമാണ്. മെഡിക്കൽ ഗ്യാസ് എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ചില മെഡിക്കൽ പ്രൊസീജിയർ ട്രീറ്റ്മെന്റിന് അല്ലെ, ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്, അനസ്തേഷ്യ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ടൂൾസ് അല്ലെ, ചില മെഡിക്കൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനായിട്ട് അല്ലെ, അതിനൊരു പവർ സോഴ്സ് പോലെയൊക്കെ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? മെഡിക്കൽ ഗ്യാസസുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കൂടുതലൊന്നും
ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഐഡിയ മാത്രം നിങ്ങൾക്ക് തരുന്നത്. ഇതാണ് മെഡിക്കൽ ഗ്യാസ്. ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്. നമ്മൾ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്, രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നുണ്ട്, അനസ്തേഷ്യ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്, മറ്റ് പല മെഡിക്കൽ ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിന് എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, മെഡിക്കൽ ഗ്യാസുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് അതിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഇനി നോക്കുക, മെഡിക്കൽ ഗ്യാസ് യൂസ് ഏരിയാസ് ഇൻ ഹോസ്പിറ്റൽസ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഹോസ്പിറ്റലില് എവിടെയൊക്കെ ഏതെല്ലാം ഏരിയകളിലാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നത്, എവിടെയൊക്കെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസ് ഒരു ഹോസ്പിറ്റലിനകത്ത് പ്രയോജനപ്പെടുത്തുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. The departments that use medical gases in hospitals consist of rooms, അതുപോലെ റിക്കവറി റൂം, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആൻഡ് ഇന്റർവെൻഷൻ ഏരിയാസ്, ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വാർഡ്സ്, ICU, ജനറൽ വാർഡ്സ് എക്സെട്ര. എവിടെയൊക്കെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് മെഡിക്കൽ ഗ്യാസ് ഒരു ഹോസ്പിറ്റലിനകത്ത്? റൂംസിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, പേഷ്യന്റിന്റെ റൂമുകളിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ റിക്കവറി റൂംസ് അല്ലെ, റിക്കവറി റൂം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, പോസ്റ്റ് അനസ്തേഷ്യ കെയർ യൂണിറ്റ് ആണ് കേട്ടോ. പോസ്റ്റ് അനസ്തേഷ്യ കെയർ ഏരിയാസ് ആണ്. അതായത് നമ്മളിപ്പോ ഒരു സർജറി കഴിഞ്ഞ് ഒരു അനസ്തേഷ്യ കൊടുത്ത് നമ്മൾ സർജറി കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ സർജറിക്ക് ശേഷം നമ്മൾ ആ രോഗിയെ പാർപ്പിക്കുന്ന ഒരു ഏരിയ ആണിത് റിക്കവറി റൂം അല്ലെ. കാര്യം നമുക്കറിയാം, ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് അവർക്ക് അനസ്തേഷ്യ കൊടുത്തിട്ടാണ് സർജിക്കൽ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ സർജിക്കൽ പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയാ അനസ്തേഷ്യയുടെയും ആ ഒരു പ്രൊസീജിയറുടെ ഒക്കെ ഇഫക്റ്റിൽ നിന്നൊന്ന് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സർജറി കഴിഞ്ഞാൽ ഈ രോഗിയെ പ്രവേശിപ്പിക്കുന്ന റൂമാണിത് റിക്കവറി റൂം. പേര് തന്നെ റിക്കവറി എന്നാണ് അല്ലെ. അപ്പൊ ആ ഒരു അനസ്തേഷ്യയുടെ ഇഫക്റ്റ്, ആ ഒരു പ്രൊസീജിയറിന്റെ ആ ഒരു ഇഫക്റ്റ് നമുക്കൊന്ന് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ രോഗിയെ എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, റിക്കവറി റൂംസിലോട്ട് നമ്മൾ മാറ്റും അല്ലെ. അപ്പൊ അത്തരം റൂംസുകളിൽ നമ്മൾ മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ. അതായത് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ നമുക്കറിയാം, ലാബുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ലബോറട്ടറി ഒരു ഡയഗ്നോസ്റ്റിക് ഏരിയ അല്ലേ, അപ്പൊ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ളത് റേഡിയോളജി, അവിടെയൊക്കെ പല ആവശ്യങ്ങൾക്കുമായിട്ട് നമുക്ക് എന്ത് ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നുണ്ട്, മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ എന്താണ് ഇന്റർവെൻഷൻ ഏരിയാസ്. ഇന്റർവെൻഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ പറയുന്ന രോഗികളൊക്കെ ചികിത്സിക്കുന്ന ഏരിയ തന്നെയാണ് കേട്ടോ. രോഗികളുമായിട്ട് ഇടപെടുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ചികിത്സ കൊടുക്കുക. അപ്പോ അവർക്ക് ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ അവിടെ ഉണ്ടായിരിക്കും, സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, പിന്നെ മറ്റു പല സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം അടങ്ങുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതാണ് ഇന്റർവെൻഷൻ ഏരിയാസ്. സ്പെഷ്യൽ ഏരിയസ് ഒന്നും അല്ല, രോഗികൾ ചികിത്സിക്കുന്ന സ്ഥലം തന്നെ. അവിടെ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, മറ്റു മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും, പിന്നെ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളും എല്ലാം ഉണ്ടായിരിക്കും. അത്തരം ഏരിയകളിലും എന്ത് ഉപയോഗിക്കുന്നുണ്ട്, മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്, ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വാർഡ്സ് അല്ലെ. ഒബ്സ്ട്രക്റ്റിക്സും ഗൈനക്കോളജിയും ആണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഡിപ്പാർട്ട്മെന്റിനകത്ത് അല്ലെ. ഗൈനക്കോളജി ഒബ്സ്ട്രക്റ്റിക്സ് വാർഡൊക്കെ അപ്പൊ അവിടെ ഉപയോഗിക്കുന്നുണ്ട്, ICUവിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെ ജനറൽ വാർഡുകളിലും എന്ത് ഉപയോഗിക്കുന്നുണ്ട്, മെഡിക്കൽ ഗ്യാസസ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ, ഇനി എന്താണ്, എക്യുപ്മെന്റ് ഈസ് കണക്റ്റഡ് ടു ദ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റം വിയ സ്റ്റേഷൻ ഔട്ട്ലെറ്റ്സ്. എന്താണ് അവിടെ പറയുന്നത്, ചിത്രം കണ്ടോ നിങ്ങള്? ആ ചിത്രത്തിനകത്തുള്ള കാര്യമാണ് ഈ പറയുന്നത്. എക്യുപ്മെന്റ് ഈസ് കണക്റ്റഡ് ടു ദ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റം വിയ സ്റ്റേഷൻ ഔട്ട്ലെറ്റ്സ്. അതായത് സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ വഴിയായിട്ട് എക്യുപ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതാ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. മെഡിക്കൽ ഗ്യാസ് നമ്മൾ എങ്ങനെ കൊടുക്കുന്നത്, വെന്റിലേറ്ററിലൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്, മാസ്കുകൾ മുഖേന കൊടുക്കുന്നുണ്ട്, നെയ്സൽ കാനഡ വഴിയൊക്കെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസ് ആ പേഷ്യന്റിന്റെ ബോഡിയിലോട്ട് കൊടുക്കുന്നത്. അതാണ് അവിടുത്തെ എക്യുപ്മെന്റ്സ്. ആ എക്യുപ്മെന്റിനെ എന്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ വഴിയായിട്ട് മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. സ്റ്റേഷൻ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സസ് പോയിന്റുകളാണ്. നമ്മുടെ റൂമിൽ നോക്കുകയാണെങ്കിൽ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, സ്വിച്ചസ് പ്ലഗ് കുത്താനുള്ളൊരു ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആക്സസ് പോയിന്റുകൾ.
അപ്പൊ അത്തരം സ്റ്റേഷൻ ഔട്ട്ലെറ്റ് അത്തരം ആക്സസ് പോയിന്റുകളാണ്. ആ സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ വഴിയായിട്ട് നമ്മൾ ഈ എക്യുപ്മെന്റിനെ എന്തുമായിട്ട് കണക്ട് ചെയ്യാണ്, നമ്മുടെ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കും. ക്ലിയർ ആണല്ലോ? പൈപ്പ് ലൈൻ സിസ്റ്റം, അതെ, മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. എന്ത് മുഖേനയാണ്? ആരാണ് അവിടെ ബന്ധിപ്പിക്കുന്ന ഘടകം? സ്റ്റേഷൻ ഔട്ട്ലെറ്റ് ആണ് അല്ലെ. സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ മുഖേന അതുവഴിയായിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് വെന്റിലേറ്റർ ആവാം, മാസ്ക് ആവാം, നേസൽ കാനുല, എന്ത് വേണമെങ്കിലും ആവാം. ആ എക്യുപ്മെന്റിനെ സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ വഴിയായിട്ട് എന്തുമായിട്ട് കണക്ട് ചെയ്യാണ്, മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. മനസ്സിലായല്ലോ? അപ്പൊ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈനിലൂടെ ഗ്യാസ് വരുന്നു, അത് സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ വഴിയായിട്ട് എങ്ങോട്ടേക്ക് എത്തുന്നു? ഈ പറയുന്ന പേഷ്യന്റിന്റെ എക്യുപ്മെന്റ് മീൻസ് അത് വെന്റിലേറ്റർ ആവാം, നേസൽ കാനുല ആവാം, മാസ്ക് ആവാം, അതിലൂടെ എന്ത് കൊടുക്കുകയാണ്, നമ്മൾ പേഷ്യന്റിന്റെ ബോഡിയിലൂടെ ആ മെഡിക്കൽ ഗ്യാസ് നമ്മൾ കൊടുക്കുകയാണ്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അവിടെ നമ്മൾ എന്തൊന്നും പഠിച്ചത്? മെഡിക്കൽ ഗ്യാസ് എവിടെയൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗപ്പെടുന്നത്? എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? റൂംസിൽ ഉപയോഗിക്കുന്നുണ്ട്, റിക്കവറി റൂംസിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ റൂംസിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇന്റർവെൻഷൻ ഏരിയാസിൽ ഉപയോഗിക്കുന്നുണ്ട്, ഒബ്സ്ട്രക്റ്റീവ്സ് ആൻഡ് ഗൈനക്കോളജി ഏരിയസിൽ ഉപയോഗിക്കുന്നുണ്ട്, ICU, ജനറൽ വാർഡ്സ്, ഇവിടെയൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ. പിന്നെ വേണമെങ്കിൽ ചോദിക്കാം, എക്യുപ്മെന്റ് ഇസ് കണക്റ്റഡ് ടു ദ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റം. എന്തിലൂടെയാണ് അത് കണക്ട് ചെയ്യപ്പെടുന്നത്? സ്റ്റേഷൻ ഔട്ട്ലെറ്റ്സ്. അപ്പൊ നോക്കി ചിത്രം കണ്ടോ? നമ്മുടെ വീട്ടിലെ സ്വിച്ച് ബോർഡ് പോലെ തന്നെയാണ് കണ്ടോ? ഇത്തരം ഔട്ട്ലെറ്റ്സുകൾ വഴിയായിട്ടാണ് എന്താണ് കണ്ടോ ഈ പൈപ്പ് ലൈൻ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കുക, മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് vacuum system and waste anesthetic gas disposal. That means anesthetic gas scavenging system. അതായത് നമ്മൾ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം പഠിക്കുന്ന സമയത്ത് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന് പ്രധാനമായിട്ടും രണ്ട് കമ്പോണൻസുകളാണ് ഉള്ളത്. പ്രധാനമായിട്ടും രണ്ട് കമ്പോണന്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് വാക്വം സിസ്റ്റം. ഓക്കെ, ഒന്ന് വാക്വം സിസ്റ്റം. രണ്ടാമത്തെ എന്താണെന്നറിയാമോ? വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം. ഓക്കെ, വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് സിസ്റ്റങ്ങൾ അടങ്ങിയതാണ് എന്ത്? നമ്മുടെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പിക്ചർ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന് പ്രധാനമായിട്ട് രണ്ട് കമ്പോണന്റ് ഉണ്ട്. ഒന്ന് വാക്വം സിസ്റ്റം ആണ്, മറ്റൊന്ന് എന്താണ്? വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം ആണ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് അനസ്തെറ്റിക് ഗ്യാസ് സ്കാവഞ്ചിങ് സിസ്റ്റം. അപ്പോ എന്താണ് ഈ വാക്വം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? വാക്വം സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പല മെഡിക്കൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് അവിടെ വാക്വം യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ എന്താ പറയാ, മെഡിക്കൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചില എക്സസ് ഫ്ലൂയിഡുകൾ അങ്ങനെയുള്ളതൊക്കെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം പൈപ്പുകളുടെയും ഈ പറയുന്ന ഉപകരണങ്ങളുടെയൊക്കെ ഒരു സംവിധാനം, ഒരു ശൃംഖല, അതാണ് വാക്വം സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ പല മെഡിക്കൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കൺട്രോൾഡ് വാക്വം. കൺട്രോൾഡ് വാക്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് പ്രഷർ ആണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. വാക്വം ഡെലിവറി. ഓക്കെ, അതായത് ഒരു നെഗറ്റീവ് പ്രഷർ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ബോഡിയിലുള്ള എക്സസ് ഫ്ലൂയിഡുകളൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, ഇതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം പൈപ്പുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ ഒക്കെ ഒരു സംവിധാനം, അതാണ് വാക്വം സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം ആണ്. അതായത് ഈ മെഡിക്കൽ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന വേസ്റ്റ് ഗ്യാസുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസുകൾ ഉണ്ടായിരിക്കും. അതിനപ്പം തന്നെ പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യണം? സംസ്കരിച്ച് കളയണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അതിനു വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പൈപ്പുകളും ഉപകരണങ്ങളുടെ ഒരു സംവിധാനം, അതിന്റെ ഒരു ശ്രേണിയാണ് എന്തെന്ന് പറയുന്നത് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ വാക്വം സിസ്റ്റം എന്ന് പറഞ്ഞ എന്താണ്? നമ്മൾ പല മെഡിക്കൽ ആപ്ലിക്കേഷൻസിന് വേണ്ടി, പല മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഈ കൺട്രോൾഡ് വാക്വം ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം പൈപ്പുകളും ഉപകരണങ്ങളാണ് വാക്വം സിസ്റ്റം എന്ന് പറയുന്നത്. അതൊരു കമ്പോണന്റ് ആണ്. രണ്ടാമത്തത് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മെഡിക്കൽ പ്രൊസീജിയറുകൾ കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് ഗ്യാസ് ഉണ്ടല്ലോ, അനസ്തെറ്റിക് വേസ്റ്റ് ഗ്യാസുകളൊക്കെ ഉണ്ടെങ്കിൽ അതപ്പം തന്നെ പിടിച്ചെടുത്തിട്ട്
അവിടെ വെച്ച് തന്നെ സംസ്കരിക്കണം. കാര്യം എന്താന്ന് വെച്ചാല് ഈ വേസ്റ്റ് ഗ്യാസ് ഉണ്ടല്ലോ, വേസ്റ്റ് ഗ്യാസുകളൊക്കെ വരുമ്പോൾ നമ്മൾ നേരിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ എൻവയോൺമെന്റിലേക്ക് നേരിട്ട് കളയാൻ പാടില്ല. കാര്യം ഇത് ഭയങ്കര ഹസാഡസ് ആണ്. ഓക്കെ, ഹസാഡസ് ഉണ്ടാക്കുന്ന ഗ്യാസുകളാണ്. അപ്പൊ അത്തരം വേസ്റ്റ് ഗ്യാസുകൾ അപ്പൊ തന്നെ പിടിച്ചെടുത്ത് അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യണം, സംസ്കരിച്ചു കളയണം. എന്ന് വെച്ചാൽ പരിസ്ഥിതിക്ക് യാതൊരു വിധത്തിലും ദോഷം വരാനായിട്ട് പാടില്ല. അപ്പൊ ആ രീതിയിൽ ചെയ്യുന്ന, അതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം എന്താ പറയാ പൈപ്പുകൾ, ഉപകരണങ്ങൾ, അതിന്റെ ഒരു സംവിധാനമാണ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് അനസ്തെറ്റിക് ഗ്യാസ് സ്കാവെഞ്ചിങ് സിസ്റ്റം. സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ശുദ്ധീകരിക്കാനുള്ള അർത്ഥമാണ് കേട്ടോ. സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുക, വൃത്തിയാക്കുക, സംസ്കരിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അങ്ങനെ ക്ലിയർ ആയല്ലോ. അപ്പൊ നിങ്ങൾ ഓർക്കുക, മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനൊരു രണ്ട് പ്രധാനപ്പെട്ട കമ്പോണൻസും ഉണ്ട്. കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട സിസ്റ്റങ്ങൾ അടങ്ങിയതാണ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഒന്ന് വാക്വം സിസ്റ്റം ആണ്, മറ്റൊന്ന് എന്താണ്, വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, മനസ്സിലാവില്ലേ ഞാൻ പറയുന്നത്? ഓക്കെ ആണോ? മനസ്സിലാകുന്നില്ലേ? അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. കുറച്ച് ബോറഡ് ക്ലാസ് ആയിരിക്കും കേട്ടോ, കുറച്ച് ബോറടി ഒക്കെ ഫീൽ ചെയ്യും. ഞാൻ ഇപ്പൊ പറഞ്ഞു ഇതിൽ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. കുറച്ച് തുടക്കത്തെ ഭാഗങ്ങൾ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ, പിന്നീടുള്ളതൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, അടുത്തതാണ് ടൈപ്സ് ഓഫ് മെഡിക്കൽ. നിങ്ങൾക്ക് എപ്പോഴാ ഒരു ബ്രേക്ക് വേണ്ട? 11:30 അല്ലെ? 11:30 നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം കേട്ടോ. ഓക്കെ, 1.5 മണിക്കൂറാണല്ലോ ക്ലാസ്. അപ്പൊ നോക്കാം, ടൈപ്സ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പൊ മെഡിക്കൽ ഗ്യാസ് എന്താന്ന് നമ്മൾ കണ്ടു, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എവിടെയൊക്കെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസ് ഒരു ഹോസ്പിറ്റലിൽ പ്രയോജനപ്പെടുത്തുന്നത്, ഏതൊക്കെ ഏരിയകളിലാണ്, അത് നമ്മൾ കണ്ടു. ഇനി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസസുകൾ ഏതൊക്കെയാണ്, അതാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ് കേട്ടോ. ഹോസ്പിറ്റലിൽ ഉപയോഗപ്പെടുത്തുന്ന മെഡിക്കൽ ഗ്യാസസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മെഡിക്കൽ ഗ്യാസുകൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ഗ്യാസുകളാണ്, എന്തിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ ഏകദേശം നമുക്ക് പഠിക്കാനുള്ളത് ഒരു 7 എണ്ണം ഉണ്ട് കേട്ടോ. 7 എണ്ണമാണ്, 7 ഗ്യാസുകളാണ് പ്രധാനമായിട്ടുള്ളത്. അത് 7 നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ഒന്നാമത്തെ ഗ്യാസ് ആണ് മെഡിക്കൽ എയർ കേട്ടോ. എന്താണ് മെഡിക്കൽ എയർ? എന്താണ് മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? നമുക്ക് വായിക്കാം. മെഡിക്കൽ എയർ എന്താണ്? മെഡിക്കൽ എയർ മീൻസ് എ ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ. കംപ്രസ്ഡ് എയർ എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. കംപ്രസ്ഡ് എയർ എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്താണ് മെഡിക്കൽ എയർ മീൻസ് എ ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ used in hospitals and healthcare facilities to distribute medical gas. അതായത് നമ്മുടെ മെഡിക്കൽ ഗ്യാസ് ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഹോസ്പിറ്റൽ പോലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലൊക്കെ മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കംപ്രസ്ഡ് എയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഡിക്കൽ എയർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയ ഞാൻ പറഞ്ഞത്? അതായത് ഒരു ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയില് മെഡിക്കൽ ഗ്യാസുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കംപ്രസ്ഡ് എയർ. ഓക്കെ, മെഡിക്കൽ എയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരേണ്ടത് കംപ്രസ്ഡ് എയർ ആണ് കേട്ടോ. ആ ഒരു കംപ്രസ്ഡ് എയറിനെയാണ് നമ്മൾ മെഡിക്കൽ എയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കാം കംപ്രസ് ചെയ്യാന്ന് വെച്ചാൽ? ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രഷർ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, കംപ്രസ് ചെയ്യാണ് അല്ലെ, അമർത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടല്ലോ അതിനേക്കാളും ഉയർന്ന മർദ്ദത്തില്, ഓക്കെ, നോർമൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും ഉയർന്ന മർദ്ദത്തില് നമ്മൾ എന്ത് ചെയ്യാണ്, വായുവിനെ കംപ്രസ് ചെയ്യാണ്. ഓക്കെ, വായുവിനെ കംപ്രസ് ചെയ്യും. അപ്പൊ കംപ്രസ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? ആ വായുവിന്റെ അളവ് അവിടെ കുറയും. ഓക്കെ, വായുവിന്റെ അളവ് അവിടെ കുറയുക മാത്രമല്ല, നമുക്കത് വളരെ കാര്യക്ഷമമായിട്ട് നമുക്കത് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാനും സാധിക്കും. ഓക്കെ, കംപ്രസ്ഡ് എയർ ആകുമ്പോൾ മൊത്തത്തിലുള്ള വായുവിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സാധാരണ പ്രഷറിനേക്കാളും ഉയർന്ന മർദ്ദത്തില്, അതായത് സാധാരണ പ്രഷർ നമുക്കൊരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടല്ലോ അതിനേക്കാളും ഉയർന്ന പ്രഷർ കൊടുത്തിട്ട് നമ്മൾ ആ എയറിനെ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്യുമ്പോൾ ആ വായുവിന്റെ അളവ് അവിടെ കുറയുന്ന സമയത്ത് നമുക്കത് വളരെ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യാനും അതിന് മറ്റെവിടെയെങ്കിലും നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ സുഖം ഉണ്ടാവും. ഓക്കെ, ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും.
പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാല് അതന്നെ ചെയ്യുന്നതിന് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന കേസ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ പിന്നെ മാത്രമല്ല ഈ കംപ്രസ്ഡ് എയർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 99.5% എന്താണ് പ്യൂരിഫൈഡ് എയർ ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പോ വെള്ളം നമ്മള് വാട്ടർ പ്യൂരിഫയർ ഉപയോഗിച്ച് പ്യൂരിഫൈ ചെയ്യില്ലേ, എന്നതുപോലെ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, എയറിനെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്. ഓക്കെ, കംപ്രസ് ചെയ്യുമ്പോൾ അവിടെ എയർ പ്യൂരിഫിക്കേഷൻ നടക്കുകയാണ്. അപ്പോൾ 99.5% വളരെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ ആയിരിക്കും. ആ എയറിനകത്ത് എന്തുണ്ടായിരിക്കില്ല, മറ്റുള്ള കണ്ടാമിനൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. മറ്റുള്ള മാലിന്യങ്ങളോ പാർട്ടിക്കിൾസോ അതൊന്നും ഉണ്ടായിരിക്കില്ല. പ്രത്യേകിച്ച് മണോ അല്ലെങ്കിൽ ഓയിൽ കണ്ടന്റോ അങ്ങനെയൊന്നും അതിനകത്ത് ഉണ്ടായിരിക്കില്ല. മനസ്സിലായി? അതാണ് കംപ്രസ്ഡ് എയറിന്റെ പ്രത്യേകത. കാര്യം അത്രയും ഇത് പ്യൂരിഫൈ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ അത് അത്രയും പ്യൂരിഫൈഡ് ആയിരിക്കണം അല്ലെ, കാരണം രോഗികൾക്ക് കൊടുക്കുന്നതാണ്. അത് അത്രയും പ്യൂരിഫൈഡ് ആയിട്ട് വേണം നമ്മൾ ഉപയോഗപ്പെടുത്താനായിട്ട്. അത് തന്നെയാണ് അവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ വായിക്കാം കേട്ടോ. മെഡിക്കൽ എയർ മീൻസ് a clean supply of compressed air used in hospitals and healthcare facilities to distribute medical gas. Underline ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നോക്കി അടുത്തത് എന്താ പോയിന്റ് പറയുന്നത്, it is free of pollution and particles, has no oil or odors and is dry to block വാട്ടർ ബിൽഡപ്പ് ഇൻ ദ ഫെസിലിറ്റീസ് പൈപ്പ് ലൈൻ. അതായത് ഒരു കംപ്രസ്ഡ് എയറിന്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഈസ് ഫ്രീ ഓഫ് പൊല്യൂഷൻ ആൻഡ് പാർട്ടിക്കിൾസ്. അതില് മറ്റുള്ള മാലിന്യങ്ങളോ പാർട്ടിക്കിൾസോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഹാസ് നോ ഓയിൽ ഓർ ഓർഡേഴ്സ്, പ്രത്യേകിച്ച് ഓയിൽ കണ്ടന്റ്. ഓർഡർ എന്ന് വെച്ചാൽ സ്മെല്ലാണ്, മണം അല്ലെ, അങ്ങനെയുള്ള മണം ഒന്നും ഉണ്ടായിരിക്കില്ല. ആൻഡ് ഇസ് ഡ്രൈ, അത് നല്ല ഡ്രൈ ആയിരിക്കും. എന്താണ് ഡ്രൈ ആക്കുന്നതാണ് കേട്ടോ. കംപ്രസ്ഡ് എയറിന് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈ ചെയ്യുന്നത്, എന്തിനാണെന്ന് അറിയാമോ? ടു ബ്ലോക്ക് ദ വാട്ടർ ബിൽഡപ്പ് ഇൻ ദ ഫെസിലിറ്റീസ് പൈപ്പ് ലൈൻ. കാര്യം ഇത് പൈപ്പ് ലൈനിലൂടെ പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ബ്ലോക്കേജ്, വാട്ടറിന്റെ ബ്ലോക്കേജ് വരാനായിട്ട് പാടില്ല. അതെന്താന്ന് വെച്ചാല് നമ്മൾ ഈ കംപ്രസ്ഡ് എയറിനകത്ത് വാട്ടർ വേപ്പേഴ്സ് ഉണ്ടായിരിക്കും. കംപ്രസ്ഡ് എയറിനകത്ത് വാട്ടർ വേപ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഈ വാട്ടർ വേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളത് നേരിട്ട് കംപ്രസ്ഡ് എയറിനെ ഡ്രൈ ചെയ്യാതെ നമ്മൾ പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ കടത്തിവിടാന്ന് വിചാരിക്കാം. അതിനകത്ത് വാട്ടർ വേപ്പേഴ്സ് ഉണ്ടായിരിക്കും. അതൊരു പക്ഷെ കണ്ടൻസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, വെള്ളമാവാം, അല്ലെങ്കിൽ ചിലപ്പോ ഭയങ്കര താഴ്ന്ന ടെമ്പറേച്ചറിലൊക്കെ വരികയാണെങ്കിൽ അത് ചിലപ്പോൾ ഐസ് കട്ട പോലെ ഫോം ചെയ്യാം. അങ്ങനെയൊക്കെ ഫോം ചെയ്ത് എന്തുണ്ടാവും, ആ പൈപ്പ് ലൈൻ ബ്ലോക്ക് ആവും അല്ലെ, ബ്ലോക്ക് ആവും. അപ്പൊ ആ ബ്ലോക്കേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കംപ്രസ്ഡ് എയറിന് നമ്മൾ ഇതുകൂടെ ചെയ്യും, ഡ്രൈ ചെയ്യും. അപ്പൊ എങ്ങനെയാ ഡ്രൈ ചെയ്യുന്നത് വെച്ചാൽ അതിന് കുറെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഡ്രയർ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്രസ്ഡ് എയറിനെ പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ കടത്തിവിടുന്നത്. കാര്യം മനസ്സിലായോ? കംപ്രസ്ഡ് എയറിനകത്ത് വാട്ടർ വേപ്പേഴ്സ് ഉണ്ടായിരിക്കും. അത് ഡ്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വാട്ടർ വേപ്പേഴ്സ് ഈ പൈപ്പ് ലൈനിലൂടെ പോകുന്ന സമയത്ത് ചിലപ്പോൾ കണ്ടൻസ് ചെയ്ത് വെള്ളത്തുള്ളികളോ അല്ലെങ്കിൽ ഐസ് കട്ടകളൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ പൈപ്പ് ലൈൻ എന്താവും, ബ്ലോക്ക് ആവും. ബ്ലോക്ക് ആവുക മാത്രമല്ല അത് പൈപ്പിനും കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട്. അതിന്റെ മെയിൻ്റനൻസിനെ ബാധിക്കും. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ഡ്രൈ ചെയ്തിട്ടാണ് നമ്മൾ പൈപ്പ് ലൈനിലൂടെ കടത്തിവിടുക. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ഡ്രൈ ടു ബ്ലോക്ക് ദ വാട്ടർ ബിൽഡപ്പ് ഇൻ ദ ഫെസിലിറ്റീസ് പൈപ്പ് ലൈൻ. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇനി നോക്കാം. When a patient is in the operating room, whether it's an emergency or not, a surgeon depends on a medical air compressor to keep the patient comfortable and breathing. അതായത് ഇപ്പൊ ഒരു പേഷ്യന്റ് ഓപ്പറേറ്റിംഗ് റൂമിലാണെന്ന് ഇരിക്കട്ടെ. ഓപ്പറേറ്റിംഗ് റൂമിലാണ്, അയാളുടെ കണ്ടീഷൻ എമർജൻസി ആയാലും അല്ലെങ്കിലും അല്ലെ, എമർജൻസി ആണെങ്കിലും അല്ലെങ്കിലും സർജൻ എന്ത് ഉപയോഗിക്കാറുണ്ട്, മെഡിക്കൽ എയർ കംപ്രസർ ഉപയോഗിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ആ പേഷ്യന്റിന്റെ കംഫർട്ടിന് വേണ്ടിയിട്ട്, പേഷ്യന്റിന്റെ നല്ല രീതിയിൽ ശ്വസിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്, സർജൻസ് മെഡിക്കൽ എയർ കംപ്രസർ ഉപയോഗപ്പെടുത്താറുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ പഠിച്ചത് ഇത്രയേ ഉള്ളൂ. മെഡിക്കൽ എയർ എന്ന് പറഞ്ഞ വേറൊന്നുമല്ല, അത് കംപ്രസ്ഡ് എയർ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, സാധാരണ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും ഉയർന്ന മർദ്ദത്തിൽ കംപ്രസ് ചെയ്തിട്ടുള്ള വായുവാണ്. അതെന്ന് പറഞ്ഞ ഒരു 99.5% പ്യൂരിഫൈഡ് ആയിരിക്കും. ആ എയറിനകത്ത് പൊല്യൂഷൻസ് ഉണ്ടായിരിക്കില്ല, പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കില്ല, ഓയിൽ കണ്ടന്റ് ഉണ്ടായിരിക്കില്ല, മറ്റ് ഓർഡേഴ്സോ ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ അത് വളരെ ഡ്രൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ കടത്തിവിടാം. എന്തിനു വേണ്ടിയിട്ടാണ് ഡ്രൈ ചെയ്യുന്നത്? കാര്യം ഇന്നത്തെ വാട്ടർ വേപ്പർ ഉണ്ടായിരിക്കും, അത് ചിലപ്പോൾ കണ്ടൻസ് ചെയ്ത് വെള്ളത്തുള്ളികളാവാം, അല്ലെങ്കിൽ ഐസ് കട്ടകളൊക്കെ ഫോം ചെയ്ത പൈപ്പ് ലൈൻ സിസ്റ്റത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാകും. പൈപ്പ് ലൈൻ സിസ്റ്റത്തില് ബ്ലോക്കേജ് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഡ്രൈ ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ അങ്ങനെ ട്രൈ ചെയ്തിട്ടാണ് നമ്മളത് പൈപ്പ് ലൈൻ സിസ്റ്റത്തിലേക്ക് കടത്തി വിടുന്നത്. പിന്നെ ഒരു പേഷ്യന്റ് ഓപ്പറേറ്റിംഗ് റൂമിലായിരിക്കുമ്പോൾ അയാളുടെ കണ്ടീഷൻ എമർജൻസി ആണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ സർജൻ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? ഈ പറഞ്ഞ മെഡിക്കൽ എയർ കംപ്രസർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കാര്യം പേഷ്യന്റിന് നല്ല രീതിയിൽ ശ്വസിക്കാനും ബ്രീത്ത് ചെയ്യാനും അയാളുടെ ഒരു കംഫർട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് അത്തരം മെഡിക്കൽ എയർ കംപ്രസറുകൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ ഇത്രയും പറഞ്ഞത്? മനസ്സിലായോ മെഡിക്കൽ എയർ എന്താന്നുള്ളത്? ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഒരു 5 മിനിറ്റ് നിങ്ങൾ അതായത് പറഞ്ഞോ. ഞാൻ 5 മിനിറ്റ് 11:30 അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ? ന്യൂ ഇയർ നാളെയാണല്ലോ ആഘോഷങ്ങൾ. അപ്പൊ നിങ്ങൾ ആഘോഷിക്കുന്നില്ലേ ന്യൂ ഇയർ? നാളെയാണ്. ഓക്കെ, ആഘോഷിക്കുന്നുണ്ടാ? ബീച്ചിൽ പോവണം. ഓക്കെ, ബീച്ച് ഫെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ഓക്കെ, അഡ്വാൻസ്. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ തിരിച്ച് ഞാൻ പറയാം കേട്ടാ. ഹാപ്പി ന്യൂ ഇയർ. വെയിറ്റിംഗ് ആണ്. ഓക്കെ ഓക്കെ, ക്ലാസ് ഒക്കെ ഉണ്ടാവും. ക്ലാസ്സിന് കുഴപ്പമില്ല. ആനിവേഴ്സറി ആണ് 6th. ഓക്കെ, സാന്ദ്രയുടെ 6th ആനിവേഴ്സറി അതാണ് ഉദ്ദേശിച്ചത്. 6th വെഡിങ് ആനിവേഴ്സറി ആണോ? ഈ വർഷം കേക്ക് നേടി. ഓക്കെ. ഭയങ്കര ശരിയാണ്. ഓക്കെ, ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. അപ്പൊ ഞാൻ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കാം കേട്ടോ സാന്ദ്രയ്ക്ക്. ഓക്കെ, ഓക്കെ, ശരി. നിങ്ങൾക്ക് ഞാൻ തിരിച്ച് ന്യൂ ഇയർ ആശംസിക്കാം കേട്ടോ. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് സാന്ദ്രയ്ക്ക് വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കാണ്. രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നല്ലപോലെ ജീവിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല രീതിയിൽ തന്നെ ന്യൂ ഇയർ ആഘോഷിക്കണം അല്ലെ? പുതിയ വർഷത്തെ നല്ലൊരു വർഷമാവട്ടെ എല്ലാവർക്കും. ഓക്കെ, ഓക്കെ ജിൻഷ. ഞാൻ എങ്ങോട്ടും പോവാറൊന്നുമില്ല. ഞാൻ എവിടെയും പോവാറില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളൊന്നും ചെയ്യാറില്ല. അത് വേറൊന്നുകൊണ്ടല്ല, പ്രത്യേകിച്ച് ആഘോഷിക്കാനുള്ള